പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററാണ്. ഇന്ന് നമ്മൾ അതിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ പ്രധാനമായും 20ാം നൂറ്റാണ്ടിൽ ലോകത്ത് നടന്ന ഒരുപാട് സംഭവ വികാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 2 ലോകമഹായുദ്ധങ്ങൾ, അതിനുശേഷമുണ്ടായ കാര്യങ്ങൾ, സാമ്രാജ്യത്വ ശക്തികളുടെ രംഗപ്രവേശങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. സാമ്രാജ്യത്വത്തിന്റെ പുതിയ രൂപമായ നവസാമ്രാജ്യത്വത്തെക്കുറിച്ച്, മൾട്ടിനാഷണൽ കമ്പനികളെക്കുറിച്ചൊക്കെ ഈ പാഠഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വേൾഡ് ഇൻ ദി 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠത്തിലെ അവസാന ഭാഗമാണ്. യൂണിപോളാർ വേൾഡ്, അമേരിക്കൻ ഡൊമിനൻസ്, ഏകധ്രുവ ലോകം, അമേരിക്കൻ ആധിപത്യം എന്ന ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ചാപ്റ്ററിന്റെ അവസാന ഭാഗമാണ്. 2ാം ലോക മഹായുദ്ധത്തോടുകൂടി ലോകത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത 2 അധികായന്മാരായി സോവിയറ്റ് യൂണിയനും അമേരിക്കയും മാറി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. എന്നാൽ 1980കളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയൻ തകരുകയുണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയ്ക്കയും അതുപോലെ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളായി മാറുകയുണ്ടായി. സോവിയറ്റ് യൂണിയൻ എന്നുള്ളത് ആ യൂണിയൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇതോടുകൂടി ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ഒരു മേധാവിയായി, ഒരു തലവനായി അമേരിക്ക മാറുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. 2 വൻ ശക്തികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരാൾ തകർന്ന് മറ്റേയാൾ അധികായനായി മാറിയപ്പോൾ അതിന്റെ ഒരുപാട് ദുരന്ത ഫലങ്ങൾ ലോകം പിന്നീട് അനുഭവിക്കേണ്ടി വന്നു. ഫോളോയിങ് ദി ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, അമേരിക്ക എമർജ്ഡ് ആസ് എ ഗ്ലോബൽ പവർ ആൻഡ് സെന്റർ ഓഫ് വേൾഡ് പൊളിറ്റിക്സ്. അതായത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി അമേരിക്ക ആഗോള ശക്തിയായി മാറി, അതിന്റെ കേന്ദ്രമായി അമേരിക്ക മാറി. ഇതാണ് ചരിത്രത്തിൽ ഏകധ്രുവ ലോകക്രമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി അമേരിക്ക ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക രാജ്യങ്ങൾക്ക് സൈനിക, സാമ്പത്തിക സഹായങ്ങൾ നൽകി. സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു. അത് സാമ്രാജ്യത്വ ശക്തികൾ എന്നും ചെയ്യുന്ന സമീപനങ്ങളാണ് ഇവയെല്ലാം. യൂട്ടിലൈസിംഗ് ഇന്റർനാഷണൽ ഏജൻസീസ്, അമേരിക്ക പ്രൊവൈഡഡ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി എയ്ഡ്സ് ടു കൺട്രീസ് ഓഫ് ദി വേൾഡ്. എക്സ്റ്റെൻഡഡ് മിലിറ്ററി അലയൻസസ്. മീഡിയ വെർ യൂസ്ഡ് ടു പ്രൊമോട്ട് അമേരിക്കാസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. സത്യത്തില് അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ് ഗൾഫ് യുദ്ധത്തിൽ കലാശിച്ചത്. ഗൾഫ് യുദ്ധത്തിന്റെ കാരണം അമേരിക്കയുടെ ഈ ഒരു ഇമ്പീരിയലിസ്റ്റ് പോളിസി ആയിരുന്നു, ഈ സാമ്രാജ്യത്വ നയമായിരുന്നു ഗൾഫ് യുദ്ധത്തിലേക്ക് വഴിവെച്ചത്. ഈ യുദ്ധങ്ങളിലൊക്കെ തന്നെ അമേരിക്ക തങ്ങളുടെ സൈനിക ശേഷിയും സാങ്കേതിക മികവും ഉപയോഗിച്ചു എന്നതാണ്. എന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരെ ഒരുപാട് കൂട്ടായ്മകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് നവ സാമ്രാജ്യത്വത്തെക്കുറിച്ചാണ്. നിയോ ഇമ്പീരിയലിസം. 2ാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്ത് സാമ്രാജ്യത്വത്തിന്റെ പുതിയ ഒരു രൂപമാണ് കണ്ടുവന്നത്. അത് പ്രകാരമായിരുന്നു മൾട്ടിനാഷണൽ കമ്പനികളുടെ രൂപത്തിലാണ് പുതിയ സാമ്രാജ്യത്വം വികസ്വര രാഷ്ട്രങ്ങളിലേക്കും അവികസിത രാഷ്ട്രങ്ങളിലേക്കും കടന്നു വന്നത്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ അഥവാ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇവര് സജീവമായി ഇടപെടുന്നു. ഇതാണ് നവസാമ്രാജ്യത്വം അഥവാ നിയോ ഇമ്പീരിയലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, എ ന്യൂ കൈൻഡ് ഓഫ് ഇമ്പീരിയലിസം എമർജ്ഡ് ഇൻ ദി വേൾഡ്. ദാറ്റ് വാസ് മൾട്ടിനാഷണൽ കമ്പനീസ്. They are registered in a country and functioning in many countries. They began to interfere in the economic, social and cultural sectors of the latter for serving the interest of the. They began to interfere
in the economic, social and cultural sectors of the underdeveloped and developing countries. It is known as neo-imperialism. അതായത് മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പത്ത് സ്വത്ത് കൈവശപ്പെടുത്താനായിട്ട് ഈ ബഹുരാഷ്ട്ര കമ്പനികൾ വിവിധങ്ങളായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്നുള്ളതാണ്. ഈ തന്ത്രങ്ങളിലൂടെ വികസ്വര രാജ്യങ്ങളിൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങൾ സൃഷ്ടിച്ചു, മാർക്കറ്റുകൾ അവരുണ്ടാക്കി. വികസിത രാജ്യങ്ങളിലെ പ്രൊഡക്റ്റുകൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഈ മൾട്ടിനാഷണൽ കമ്പനികളോട് മത്സരിക്കാൻ കഴിയാത്ത തദ്ദേശീയമായ ആ സ്വന്തം നാട്ടിലുള്ള ഉൽപ്പന്നങ്ങളും അവരുടെ സാമ്പത്തിക മേഖലയും തകർന്നു എന്നതാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ വരവോടുകൂടി ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ മൾട്ടിനാഷണൽ കമ്പനീസ് പ്രൊമോട്ടഡ് കൺസ്യൂമറിസം in third world countries to sell their products. Developing nations were considered as the markets for the multinational companies. In fact, the products of developed nations started reaching even the villages of developing nations. The economic system of many developing and underdeveloped countries started to collapse. That was the result of neo-imperialism. ഈ നവസാമ്രാജ്യത്വത്തോടൊപ്പം, അതായത് നിയോ ഇമ്പീരിയലിസത്തോടൊപ്പം കടന്നു വന്ന മറ്റൊരു സംഭവമാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അഥവാ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മൂന്നെണ്ണമായിരുന്നു: ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ. ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ആർ ദി കോൺസെപ്റ്റ്സ് ഓഫ് നിയോ ഇമ്പീരിയലിസം. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കുകയാണ് ഇവിടെ. ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ കടന്നുവരുന്നതിനായിട്ട് ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കുന്ന സമ്പ്രദായമാണ് ഉദാരവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് അഡോപ്ഷൻ ഓഫ് ലിബറൽ റെഗുലേഷൻസ് ആൻഡ് ടാക്സേഷൻ സിസ്റ്റംസ് to facilitate the import of multinational products to domestic markets. സ്വകാര്യവൽക്കരണം, സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചത് ഈ ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്. പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് in an attempt to promote private sector. ആഗോളവൽക്കരണം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, സാമ്രാജ്യത്വത്തിന്റെ പുതിയ രൂപം ബഹുരാഷ്ട്ര കമ്പനികളുടെ രൂപത്തിലാണ് കടന്നു വന്നത് എന്ന്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ മത്സരങ്ങളിലൂന്നിയ മാർക്കറ്റുകൾ, കമ്പോളങ്ങൾ നിലവിൽ വന്നു. അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതികവിദ്യ, മാനവ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ഇതെല്ലാമാണ് ഈ ആഗോളവൽക്കരണം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറയുന്നത്. എക്കണോമിക് സിസ്റ്റം ഓഫ് ദി കൺട്രി linked to global economy. The interest and motives of the multinational companies protected. Competition-driven market came into existence. Trans-border flow of products, services, raw materials, capital, latest technology and human resources facilitated. നവസാമ്രാജ്യത്വത്തിന്റെ ഭാഗമായി ലോകത്ത് രൂപം കൊണ്ട ഈ സംഭവങ്ങൾ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ നയങ്ങൾ രൂപവൽക്കരിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്തു. ആഗോളവൽക്കരണം കൊണ്ട് ഗുണവും ദോഷവും ലോകത്തിനുണ്ടായിട്ടുണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കും ആഗോളവൽക്കരണം ലോകത്തിന് മുന്നിൽ ഒരുപാട് പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടിട്ടുണ്ട്. വിവരവിനിമയ സാങ്കേതിക വിദ്യ വ്യാപിക്കാനും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ രാജ്യങ്ങളുടെ അതിർത്തികൾ കടന്നുള്ള വിനിമയവും ഗ്ലോബൽ വില്ലേജ് എന്ന ആശയമൊക്കെ രൂപം നൽകിയത് ഈ ആഗോളവൽക്കരണം തന്നെയാണ്. എന്നാൽ വികസ്വര രാഷ്ട്രങ്ങളെ ആഗോളവൽക്കരണം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് പല മേഖലകളിലും. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം.
ദേശരാഷ്ട്രമെന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. ആഗോളവൽക്കരണത്തിലൂടെ തദ്ദേശീയമായുണ്ടായ ഒരുപാട് സംസ്കാരങ്ങൾ ഇല്ലാതായി പുതിയൊരു രീതികൾ ഇവിടേക്ക് കടന്നു വന്നു. ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയതോടുകൂടി എല്ലാം തുറന്ന എല്ലാ സാധനങ്ങൾക്കും വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വന്നതോടുകൂടി ഓരോ രാഷ്ട്രങ്ങളിലെയും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു. പ്രത്യേകിച്ച് വികസ്വര രാഷ്ട്രങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തകർന്നുപോയി. കാരണം അതൊക്കെ സ്വകാര്യ മേഖലയിലേക്ക് മാറുന്ന അവസ്ഥ വന്നു. സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി അതൊക്കെ സ്വകാര്യ മേഖലക്ക് കൈമാറി. പ്രകൃതി വിഭവങ്ങൾ പരക്കെ കൊള്ളയടിക്കപ്പെട്ടു. ദി ഇന്റർവെൻഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ചാലഞ്ചഡ് ദി കൺസെപ്റ്റ് ഓഫ് നാഷൻ സ്റ്റേറ്റ്, led to destruction of indigenous culture. Price of agricultural products plunged. Public sector undertakings were destroyed. Government withdrew from social service sectors. Natural resources were looted. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ, പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ, അതിനെ തുടർന്ന് ലോകത്തുണ്ടായ സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ ചർച്ച ചെയ്തത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. താങ്ക് യു.